ഇന്ന് നമ്മൾ നോക്കുന്നത് സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ സ്കൂൾ തലം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകമേ തറവാട് തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ഗാന്ധിജിയെ പറ്റിയുള്ള എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികളാണിവ. ഈ കവിത എഴുതിയതാര്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. 2 8 100 2 1 7 10 ചേർന്ന സംഖ്യകളിൽ നിന്ന് 2 100 മാറ്റിയാൽ ലഭിക്കുന്ന സംഖ്യ ഏത്? ആൻസർ 672. 3 വെൻ യു ആർ ഈഗർ ടു നോ സംതിങ് യു വിൽ ബി. ആൻസർ ക്യൂരിയസ്. മൂർച്ചയുള്ള കൂർത്ത പല്ലുകൾ ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് ദേശിനാണ്. മാംസബുക്കുകൾക്ക്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ താരമാര്? ആൻസർ ഊർവശി. 6ാമത്തെ ക്വസ്റ്റ്യന്, ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ചിഹ്നമായ 5 വൃത്തങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ 5 ഭൂഖണ്ഡങ്ങളെ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ സസ്തനികൾ എന്ന് പറയുന്നു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സസ്തനി അല്ലാത്ത ജീവി ഏത്? ആൻസർ കടൽക്കുതിര. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽവേ പാത? ആൻസർ എറണാകുളം ഷൊർണൂർ. കവച് എന്താണെന്ന് മക്കൾക്കറിയാലോ അല്ലേ? 9 എത്തിപ്പോയി എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ എത്തി പ്ലസ് പോയി. 10ാമത്തെ ക്വസ്റ്റ്യന്, എൻ്റെ കയ്യിലുള്ള വസ്തുവിന് ഒരു വശം മാത്രമാണുള്ളത്, മൂലകളില്ല, എങ്കിൽ വസ്തുവിൻ്റെ രൂപം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതായിരിക്കും? മൂലകളില്ല അല്ലേ? അപ്പോൾ ഏതാണ്? വൃത്തം. 11 ഗോൾഡൻ ബേർഡ് വിങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം. കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏത്? ആൻസർ ഗരുഡശലഭം. ഈ വർഷത്തെ മാതൃദിനം മെയ് 11-നാണ്. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ്. 3ാമത്തെ ക്വസ്റ്റ്യന്, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഏതാണ്? ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് വായിക്കാം. വയ്യാവേലി, മുളവേലി, കമ്പിവേലി, മുള്ളുവേലി. ഇതിൽ ആൻസർ കൂട്ടത്തിൽ പെടാത്തത് വയ്യാവേലിയാണ്. 14 വിനോദത്തിനായി മാത്രമല്ലാതെ ആരാധനാക്രമങ്ങളുടെ ഭാഗമായി ഓരോ ആചാരങ്ങൾ കലാപരതയോടെ അനുഷ്ഠിക്കുമ്പോഴാണ് അവ അനുഷ്ഠാന കലാരൂപങ്ങളാകുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ അനുഷ്ഠാന കലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ കഥകളി. 15 കേരളത്തിൽ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ആൻസർ 3. ഇന്ത്യ 1983-ലാണ് ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്നത്. അന്ന് ആരായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ? ആൻസർ കപിൽ ദേവ്. ചിപ്സ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഓക്സീകരണം സംഭവിച്ച് പെട്ടെന്ന് കേടാകാതിരിക്കാൻ അവയുടെ പാക്കറ്റുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ആൻസർ നൈട്രജൻ. 18ാമത്തെ ക്വസ്റ്റ്യന്, വിച്ച് ഈസ് കറക്റ്റ് സ്പെല്ലിംഗ്? ബ്യൂട്ടിഫുള്ളിൻ്റെ സ്പെല്ലിംഗാണ് ചോദിക്കുന്നത് അല്ലേ? BEAUTIFULLY. 19ാമത്തെ ക്വസ്റ്റ്യന്, 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും നടന്ന 2 അണുബോംബ് ആക്രമണങ്ങളെ അതിജീവിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? ആൻസർ ബി ആണ്, സുട്ടോമു യമാഗുചി. ഇവിടെ ബ്രേക്കറ്റ് തന്നിട്ടുള്ളതൊന്ന് വായിക്കാം കേട്ടോ. സുട്ടോമു യമാഗുചി എന്ന ജാപ്പനീസ് എഞ്ചിനീയർ 1945 ആഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ നിന്ന് നടന്ന അണുബോംബ് സ്ഫോടനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുതരമായ പൊള്ളലേറ്റ് അദ്ദേഹം സ്വന്തം നാടായ നാഗസാക്കിയിലേക്ക് മടങ്ങി. പക്ഷേ 3 ദിവസത്തിനു ശേഷം അവിടെ നടന്ന 2ാമത്തെ അണുബോംബ് ആക്രമണവും നേരിട്ടു. അതിലും അദ്ദേഹം രക്ഷപ്പെട്ടു. അങ്ങനെ 2 ആക്രമണങ്ങളും അതിജീവിച്ച ഏക വ്യക്തിയായി അദ്ദേഹം മനുഷ്യൻ്റെ സഹനശേഷിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായി മാറി. 20ാമത്തെ ക്വസ്റ്റ്യന്, ഉബുണ്ടുവിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ എ ആണ്, ഫയർഫോക്സ്. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? റിമെമ്പറിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഫോർഗെറ്റ്. 2 കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി? മണ്ണിര. പറക്കാൻ കഴിയുന്ന സസ്തനി? വവ്വാൽ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്? കുമാരനാശാൻ.
മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മ. ഓക്കെ മക്കൾ, ഇനിയും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം.